കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാട്സപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിധിയെ കുറിച്ചിട്ടാണ്. അതായത് നമുക്കറിയാം 2023 ജൂലൈ 1 ശേഷം നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത് BSA എന്ന പേരിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ BSAയുടെ അടിസ്ഥാനത്തിൽ വാട്സപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിധി ഇങ്ങനെയാണ്. ആ വിധി എന്താണെന്നത് വായിക്കാം. അതായത് അണ്ടർ ദി BSA, അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023, വാട്സപ്പ് ചാറ്റ്, ഇമെയിൽ, വോയിസ് നോട്ട്സ് ആർ അഡ്മിസിബിൾ ഇൻ കോർട്ട് ഇഫ് പ്രൂവൺ ഒതൻറ്റിക്. എ സർട്ടിഫിക്കറ്റ് ഓഫ് ഒതൻറ്റിസിറ്റി സെക്ഷൻ 63 ഈസ് നീഡഡ് എന്നാണ് പറയുന്നത്. അതായത് 2023 ഭാരതീയ സാക്ഷ്യ അധിനിയം നിയമപ്രകാരം എന്താണ് പറയുന്നത്? വാട്സപ്പ് ചാറ്റുകളും ഇമെയില് അതുപോലെ തന്നെ വോയിസ് നോട്ട് എന്നിവയെല്ലാം കോടതിയിൽ എന്താണ് പ്രധാനപ്പെട്ട തെളിവുകളായിട്ട് കോടതി സ്വീകരിക്കും. എപ്പോൾ മാത്രമാണ് അത് സത്യസന്ധമായിട്ടുള്ള ഒറിജിനലായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നും വന്നിട്ടുള്ള തെളിവാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. അതായത് കൃത്രിമമായിട്ട് നമ്മൾ ആപ്പുകളോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളോ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഒറിജിനലായിട്ടുള്ള സോഴ്സിൽ നിന്നും, മൊബൈൽ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നോ വന്നിട്ടുള്ളതാണെന്ന് പ്രൂവ് ചെയ്യണം. ആ പ്രൂഫ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ BSAയിലെ സെക്ഷൻ 63 പ്രകാരമുള്ള ഒരു ഒതൻറ്റിക് സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അഡീഷണലായിട്ട് കോടതിയിൽ ഹാജരാക്കണം. അങ്ങനെ ഈ സെക്ഷൻ 63 പ്രകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടി ഹാജരാക്കുകയാണ് എന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ സംഗതികൾ മുഴുവനും എന്തായിട്ട് മാറാം? ഒരു എവിഡൻസ് ആയിട്ട് കോടതിയിൽ നമുക്ക് സമർപ്പിക്കുവാനും അങ്ങനെ സമർപ്പിക്കുന്നത് എവിഡൻസ് ആയിട്ട് കോടതി ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. സോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.